തിരിച്ച് ട്രെയിൻ കയറിയ ഞങ്ങളെ അവസ്ഥ വളരെ കൊടൂരമായിരുന്നു കേട്ടോ. അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് കയറി ഞങ്ങൾ അത്യാവശ്യം സീറ്റുകളുള്ള ഒരു ട്രെയിനിലാണ് ഞങ്ങൾ പിന്നെ കയറിയത്. ലോക്കൽ ട്രെയിൻ ആണെങ്കിലും നമുക്ക് കിടന്നും ഇരുന്നും പോകാൻ പറ്റിയ അത്ര സീറ്റ് ഉണ്ടായിരുന്നു. മോനൊക്കെ ദാ ഈ ലെവലിലാണ് കടന്നിരുന്നത്. ഞാനിങ്ങനെ കുഞ്ഞാവന് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബർത്തിൻ്റെ മുകൾക്ക് തട്ടിയിട്ടുള്ള ഈ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കാരണമാണ് ട്രെയിൻ മിസ്സായത്. ട്രെയിനിൽ പിന്നെ വളരെയധികം സമയം ഫ്രീ ആയതുകൊണ്ട് ഈ ഒരു പിക്ക് ഞങ്ങൾ അവിടെ നിർത്തണം. നല്ല ഇഷ്ടമായൊരു പിക്കാണ് അത്. സ്റ്റോറിയൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ യുനോ കാർഡ് കളിച്ചു. അതും അടിപൊളി തന്നെയായിരുന്നു. ഞാനും മോനും തോൽക്കാൻ വേണ്ടി മാത്രം കളിച്ച പോലെയായിരുന്നു. കുഞ്ഞന്ന ഗെയിം നല്ലോണം അറിയാം. പിന്നെ നമ്മൾ മാംഗ്ലൂർ വന്നിരിക്കുന്ന ഒരു സീനാണിത്. നമുക്ക് മാംഗ്ലൂർ വന്നിട്ട് വൻ ട്രാജഡി ആയിരുന്നു. ചിക്കൻ കഴിക്കണമെന്ന് ഓരോരുത്തർക്ക് അങ്ങനെ നമ്മൾ ചിക്കൻ തെരഞ്ഞ് കിലോമീറ്ററുകളോളം പോയി. നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വന്ന് 2 ഉണക്കദോശയാണ് കഴിച്ചത്. ഈ ദോശ പറ്റിയില്ല എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ കയറിയിട്ട് ഫ്രൈഡ് റൈസോ കഴിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. മാംഗ്ലൂരിൽ നമുക്ക് പാലക്കാട്ട് കിട്ടിയ ഈ ഒരു ട്രെയിനാണ് കേട്ടോ നമ്മൾ അന്നത്തെ ദിവസം മാറ്റിമറിച്ചത്. ഞങ്ങൾ ഈ ഇരിക്കുന്നത് കണക്കാക്കണ്ട, അതാ താഴെ നിൽക്കണുണ്ടോ ആ ആള് 7 മണിക്കൂറാണ് അതേപോലെ നിന്നത്. ഈ ഒരു കൊല്ലം മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഒരൊറ്റ ദിവസം 1-ാം തീയതി അനുഭവിച്ചിട്ടോ. അന്നത്തെ ദിവസം ഞങ്ങൾ കണക്കാക്കി ഞങ്ങൾ ഈ ഒരു കൊല്ലം പോക്കാണ് എന്നുള്ളത്. എല്ലാവരും മനസ്സിലെന്തേക്കാരം 1-ാം തീയതി അടിപൊളിയാക്കണം എന്നുള്ളത്. ഞങ്ങൾ 1-ാം തീയതി ഇങ്ങനെ മൂഞ്ചിപ്പോയിട്ടോ. ട്രെയിനുകൾ മിസ്സാവുന്നു. ട്രെയിനിൽ കയറിയിട്ടാണെങ്കിൽ ഭയങ്കര ട്രാജഡി, ഫുള്ള് ഷോക്കായിരുന്നു. ഞാൻ ഈ കിടക്കണ കിടപ്പുണ്ട് അതൊക്കെ ഒരു 7-8 മണിക്കൂർ നമ്മൾ സഹിക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഏത് സാഹചര്യത്തിലും എങ്ങനെയും ഉറങ്ങുന്ന ആളായതുകൊണ്ട് ഞാൻ കുറെ ഇറങ്ങി. ഇവരെ കാര്യമുണ്ടോ കഷ്ടം. കുഞ്ഞാനും നിന്ന് അതുവരെ സഹിച്ചെങ്കിൽ ഞങ്ങൾ ഇരുന്ന് അതുവരെ സഹിച്ചിട്ടോ. കാരണം ആസനൊക്കെ മരമായിരുന്നു. അതേപോലെയുള്ള കമ്പിയിലാണ് ഞങ്ങൾ 7-8 മണിക്കൂർ ഇരുന്നത്. പാലക്കാട് എത്തി ഓരോ ചായയും സ്നാക്സും കുടിച്ച് നേരെ മണ്ണാർക്കാട് കയറി. മണ്ണാർക്കാട് നേരെ മാളിക്കുന്ന് കേട്ടോ. 1-ാം തീയതി ഫുൾ അനുഭവിച്ച് 2-ാം തീയതിയാണ് ഞങ്ങൾ പെരീക്ക് ലാൻഡ് ചെയ്തത്. ഓരോരുത്തരെ ചിരിയുണ്ടോ എത്താനായി എന്നുണ്ടപ്പോൾ ചിരി പൊട്ടി ഒഴുകുകയായിരുന്നു. എവിടെ പോയാലും നമുക്ക് നമ്മളെ പെരയിൽ എത്തുമ്പോൾ ആ ഒരു സുഖം വേറെ എവിടെ പോയാലും കിട്ടൂല എന്നുള്ളത് അന്നത്തെ ദിവസം മനസ്സിലാക്കിട്ടോ. അപ്പോൾ എന്നാലും ഈ വീഡിയോയോടുകൂടി നമ്മൾ ഗോവ വീഡിയോ അവസാനിച്ചു. ഇനി എന്തായാലും വെറുപ്പിക്കാൻ വരുന്നില്ല. വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.